കഴിഞ്ഞ ആഴ്ച ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് സൗദി അറേബ്യയിൽ പോയി. വളരെ അമേരിക്കനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇസ്ലാമിക രാഷ്ട്രം. അമേരിക്കനൈസ്ഡ് എന്ന് പറയാൻ കാരണം ഒത്തിരി അമേരിക്കൻ സ്റ്റൈൽ കാറുകൾ, അമേരിക്കൻ സ്റ്റൈൽ പ്ലഗ് പോയിന്റ്, പഴയ പ്ലഗ് പോയിന്റുകളൊക്കെ അമേരിക്കൻ സ്റ്റൈലിലാണ്. അതുപോലെ തന്നെ ആർക്കിടെക്ചറും റോഡുകളും സബ്ബർബ്സിൻ്റെ ഒക്കെ ഡിസൈനുകളാണെങ്കിലും അമേരിക്കൻ സ്റ്റൈൽ പിടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ സർഫസ് ലെവലിൽ ഒത്തിരി അമേരിക്കനൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാം. അതിൽ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കണ്ട ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റുകളാണ്. ഒരുപാട് അമേരിക്കൻ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റുകൾ, മക്ഡൊണാൾഡ്സ്, KFC, ഡങ്കിൻ ഡോണറ്റ്സ്, അങ്ങനെ നിരവധി അനവധി ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റുകളാണ് അവിടെ കാണാൻ സാധിച്ചത്. ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്കറിയാം, ഒരുപാട് സ്ഥലങ്ങളിൽ ബോയ്ക്കോട്ട് പെപ്സി, ബോയ്ക്കോട്ട് കൊക്കക്കോള, ബോയ്ക്കോട്ട് മക്ഡൊണാൾഡ്സ്, ബോയ്ക്കോട്ട് KFC, അങ്ങനെ അമേരിക്കൻ പ്രൊഡക്റ്റുകളെയൊക്കെ അല്ലെങ്കിൽ എസ്പെഷ്യലി ഫുഡ് പ്രൊഡക്റ്റുകളെയൊക്കെ ബോയ്ക്കോട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ വലിയ ആഹ്വാനങ്ങളൊക്കെ കാണാറുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും വലിയൊരു സർപ്രൈസ് ആയിട്ട് തോന്നുന്നത് അതാണ്. സൗദിയിൽ അത്രയധികം പോപ്പുലറാണ് അമേരിക്കൻ ഫാസ്റ്റ് ഫുഡ് എന്നുള്ള കാര്യം. അപ്പോൾ ഈ കാര്യം ഓർത്തപ്പോഴാണ് ഞാൻ ഒരുപാട് കാലം മുമ്പ് പസഫിക് ഐലൻഡിലുള്ള 2 രാജ്യങ്ങളാണ് മൈക്രോനേഷ്യം, അതുപോലെ തന്നെ പോളിനേഷ്യം. രാജ്യങ്ങളിൽ ഐലൻഡ് ഗ്രൂപ്പുകളാണ്. അപ്പോൾ അവിടെ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഓർത്തത്. ഈ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പൊണ്ണത്തടിയുള്ള ആൾക്കാരുള്ളത്. ഇപ്പോൾ പോളിനേഷ്യയിലൊക്കെ ഏതാണ്ട് 70% ആൾക്കാരും ഒബീസിറ്റി ഉള്ളവരാണ്, അല്ലെങ്കിൽ പൊണ്ണത്തടി ഉള്ളവരാണ്. മൈക്രോനേഷ്യയിലൊക്കെയാണ് 50% ആൾക്കാരുടെ അടുത്ത് ഒബീസിറ്റി ഉള്ളവരാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയാണ്. അമേരിക്കയും ഫ്രാൻസും. അപ്പോൾ ഈ 2 രാജ്യങ്ങളും അവിടെ 1950s ഒക്കെ ആ ഒരു സമയത്ത് അവിടെ ന്യൂക്ലിയർ ടെസ്റ്റിങ്ങൾ നടത്തിയിട്ടുണ്ട്. അതാണ്ട് 200-ലധികം ന്യൂക്ലിയർ ടെസ്റ്റിങ്ങളാണ് നടത്തിയത്. ന്യൂക്ലിയർ ടെസ്റ്റിങ് നടത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ട്രഡീഷണൽ ഫുഡായിട്ടുള്ള മീൻ ഇതൊക്കെ കണ്ടാമിനേറ്റഡ് ആയി. അതുപോലെ തന്നെ അഗ്രികൾച്ചർ ലാൻഡുകൾ കണ്ടാമിനേറ്റഡ് ആയി. അപ്പോൾ അതോടുകൂടി തന്നെ അവരുടെ അന്നം മുട്ടി. അപ്പോൾ എന്ത് ചെയ്യുക? ഈ പാവങ്ങളെ എങ്ങനെയും സഹായിക്കണമല്ലോ. അപ്പോൾ അതിന് അമേരിക്ക കണ്ടുപിടിച്ച വഴിയാണ് ലെറ്റ്സ് ഇൻട്രൊഡ്യൂസ് അമേരിക്കൻ ഫാസ്റ്റ് ഫുഡ്. അപ്പോൾ അവിടെ കൊണ്ടുപോയി അമേരിക്കൻ ഫാസ്റ്റ് ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് അവർ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അമേരിക്കൻ ഫാസ്റ്റ് ഫുഡും അതുപോലെ തന്നെ ക്യാൻഡ് ഫുഡ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഒത്തിരി മക്ഡൊണാൾഡ്സും അതുപോലെ തന്നെ KFC ഔട്ട്ലെറ്റുകളൊക്കെ ഈ ചെറിയ ദ്വീപ് സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അവരുടെ ഒരു ഫുഡ് എന്ന് പറയുന്നത് ഈ ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള അമേരിക്കൻ ഫുഡായി, അല്ലെങ്കിൽ ജങ്ക് ഫുഡ് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് ഈ രാജ്യത്തുള്ളവർക്ക് പൊണ്ണത്തടി വരാനുള്ള ഒരു വലിയൊരു റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സംഭവം എനിക്ക് നേരത്തെ അറിയാമായിരുന്നു, അല്ലെങ്കിൽ നേരത്തെ ഞാൻ ഈ സംഭവം എനിക്ക് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പോളിനേഷ്യയിലും മൈക്രോനേഷ്യയിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റൂട്ട് കോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയർ ടെസ്റ്റിംഗ് ആയിരുന്നു എന്നുള്ള കാര്യം. അപ്പം ഞാൻ എൻ്റെ ഒരു ഓർമ്മ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി, ഞാൻ ഓർമ്മ പുതുക്കാനായിട്ട് വെറുതെ ChatGPT എടുത്ത് ഞാൻ ചോദിച്ചു നോക്കി, ഈസ് USA ദ റീസൺ ഫോർ ഒബീസിറ്റി ഇൻ മൈക്രോനേഷ്യ? അപ്പോൾ GPT പറഞ്ഞു, യെസ്, ദി US ഹാസ് പ്ലേഡ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഒബീസിറ്റി ക്രൈസിസ് ഇൻ മൈക്രോനേഷ്യ ആഫ്റ്റർ World War II, ഇൻട്രൊഡ്യൂസ്ഡ് പ്രോസസ്ഡ് ഫുഡ്, ബ്ലാ 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 ബ്ലാ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, വൈ ഡിഡ് ദേ ചൂസ് US ഫുഡ് ഓവർ ലോക്കൽ ഫുഡ്? ഇവർ ഈ ന്യൂക്ലിയർ ടെസ്റ്റിങ്ങിനെ പറ്റി പറയുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നതാണ്. അപ്പോൾ അവർ അപ്പോഴും പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോനേഷ്യൻസ് ഷിഫ്റ്റഡ് ടു US പ്രോസസ്ഡ് ഫുഡ് ഫോർ സെവറൽ റീസൺസ്, അവൈലബിലിറ്റി ഓഫ് ആൻഡ് കൺവീനിയൻസ്, എളുപ്പം കിട്ടാനും കൺവീനിയൻസും, എക്കണോമിക് ഡിപ്പെൻഡൻസ്, US ഫിനാൻഷ്യൽ എയ്ഡിനെയാണ് അതുപോലെ ഇമ്പോർട്ടിനെയൊക്കെ ചീപ്പറാണ്, അതാണ് ആക്സസിബിൾ, ലോക്കലി ഗ്രോൺ ഫുഡിനേക്കാൾ ആക്സസിബിൾ അതായിരുന്നു. കൾച്ചറൽ ഇൻഫ്ലുവൻസ്, അമേരിക്കൻ പ്രസൻസും അഡ്വർടൈസിങ് ഇതുകൊണ്ടൊക്കെ കൾച്ചറൽ ഇൻഫ്ലുവൻസ് ആയി. അതുപോലെ തന്നെ ഡിക്ലൈൻ ഓഫ് ലോക്കൽ അഗ്രികൾച്ചർ ആസ് പീപ്പിൾ മൂവ് ടു അർബൻ ഏരിയസിലേക്ക് ജോബിന് വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ ട്രഡീഷനും ഫാമിങ്ങും ഫിഷിംഗ് ഒക്കെ ഡിക്ലൈൻ ആയി. അതുപോലെ ടേസ്റ്റ് ആൻഡ് ഹാബിറ്റ്സ് അഡിക്റ്റീവാണ്, ഈ പ്രോസസ്ഡ് ഫുഡ് അഡിക്റ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെയാണെന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോഴും ഈ ന്യൂക്ലിയർ ടെസ്റ്റിങ്ങിനെ പറ്റി അവർ പറയുന്നില്ല. അപ്പോൾ അടുത്ത ചോദ്യം ഞാൻ ചോദിച്ചു, വാസ് ഇറ്റ് റിലേറ്റഡ് ടു ന്യൂക്ലിയർ ടെസ്റ്റിംഗ്? അപ്പോൾ പറഞ്ഞു, യെസ്, US ന്യൂക്ലിയർ ടെസ്റ്റിംഗ് ഇൻ പസഫിക്, പർട്ടിക്കുലർലി ഇൻ മാർഷൽ ഐലൻഡ്സ്, പാർട്ട് ഓഫ് മൈക്രോനേഷ്യ, പ്ലേഡ് എ റോൾ ഇൻ ഷിഫ്റ്റ് ടു പ്രോസസ്ഡ് ഫുഡ്സ് ബിറ്റ്വീൻ 1946 ആൻഡ് 1958. അപ്പോൾ US കണ്ടക്റ്റഡ് 67 ന്യൂക്ലിയർ ടെസ്റ്റ്. ഇത് US കണ്ടക്ട് ചെയ്ത കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഫ്രാൻസ് വേറെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, അത് ഏതാണ്ട് 100 ചില്ലാനും മുകളിലുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ആസ് എ റീസൺ മെനി ഐലൻഡേഴ്സ് വെർ റിലോക്കേറ്റഡ് ആൻഡ് ബിക്കേം ഡിപ്പെൻഡന്റ് ഓൺ US ഫുഡ് ഡയറ്റ്. അപ്പോൾ ഞാൻ ചോദിച്ചു, വൈ ഡിഡ്ന്റ് യു ടെൽ ഇറ്റ് ദ ഫസ്റ്റ് ടൈം? അപ്പോൾ അവർ പറയുകയാണ്, ഗുഡ് പോയിന്റ്, ഐ ഷുഡ് ഹാവ് മെൻഷൻഡ് ഇറ്റ് റൈറ്റ് അവേ. ഇനീഷ്യലി ഐ ഫോക്കസ്ഡ് ഓൺ ബ്രോഡർ ഇമ്പാക്ട് ഓഫ് US ഇൻഫ്ലുവൻസ് ലൈക്ക് എക്കണോമിക് ഡിപ്പെൻഡൻസ് ആൻഡ് കൾച്ചറൽ ഷിഫ്റ്റ്, ബട്ട് ദ ന്യൂക്ലിയർ ടെസ്റ്റിംഗ് ലിങ്ക് ഈസ് എ മേജർ ഫാക്ടർ ദാറ്റ് ഡയറക്ട്ലി ഫോഴ്സ്ഡ് ഡയറ്ററി ചേഞ്ചസ്. താങ്ക് യു ഫോർ ക്യാച്ചിങ് ദാറ്റ്. മനസ്സിലായില്ലേ? ഇത് മനഃപൂർവ്വം ഈ ഒരു സംഭവം ഹൈഡ് ചെയ്തു. അതായത് അമേരിക്കൻ ഒരു മോശം ലൈറ്റിൽ വരാതിരിക്കാനായിട്ട്
ഈ സംഭവം അവർ ഹൈഡ് ചെയ്തു. എനിക്കത് ഓൾറെഡി അറിയാവുന്നത് കൊണ്ട് അവരത് ആദ്യമേ പറഞ്ഞത്, ഞാൻ ചോദിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പറഞ്ഞത്. അപ്പോൾ ദിസ് ഈസ് ഹൗ AI ഹൈഡ്സ്. ഇപ്പോൾ AI നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ദേ ആർ ഫക്കിംഗ് ലയേഴ്സ്. അവരുടെ അജണ്ടയ്ക്ക് വേണ്ട രീതിയിൽ അവർ ചില ഉത്തരങ്ങൾ മുക്കിയേക്കാം, അതല്ലെങ്കിൽ അവരൊരു പർട്ടിക്കുലർ രീതിയിൽ ഇങ്ങനെയാണ് സംഭവം എന്നുള്ള രീതിയിൽ നമ്മളോട് പറയാം. അപ്പോൾ അതാണ് എനിക്ക് ഈ സംഭവത്തിൽ നിന്ന് എനിക്ക് ഏറ്റവും മനസ്സിലായ ഒരു കാര്യം, എന്നെ വളരെയധികം സർപ്രൈസ് ചെയ്തൊരു കാര്യമായിരുന്നു ഇത്. സോ ഗായ്സ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റുകളായിട്ടിടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.